അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീട്ടിൽ നിന്നേ രാവിലെ പഠിക്കാനാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവർ കറക്റ്റായിട്ട് സ്കൂളിൽ തന്നെയാണ് പോകുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലേ? അതൊക്കെ നമ്മളുടെ വെറും വിശ്വാസം മാത്രമാണ് കേട്ടോ. പല അമ്മമാരും പല അച്ഛന്മാരും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പലതരത്തിലുള്ള കഠിനമായ ജോലികളൊക്കെ ചെയ്ത് മക്കളെ പഠിക്കാൻ വയ്ക്കും. മക്കൾ പഠിച്ച് വലുതാവുമ്പോൾ നമുക്ക് ഒരു താങ്ങാവും തണലാവും എന്ന് കരുതിയാണ് ഓരോ അമ്മയും അച്ഛനുമൊക്കെ മക്കൾ ആവശ്യപ്പെടുന്നത് പോലെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തുണ്ടാക്കുന്നത് അല്ലേ? എന്നാൽ നമ്മൾ ചുറ്റും നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയേ, നമ്മളുടെ കണ്ണൊന്ന് തുറന്നു നോക്കിക്കേ. നമ്മളുടേതല്ലാത്ത പല മക്കള് ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉറപ്പാണ്. ആ സൗഹൃദങ്ങള് ശരിയല്ല എന്ന് അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം കുട്ടികളുടെ ഈ തലമുറ മാറിപ്പോയി. അമ്മ അച്ഛനൊക്കെ പറയുന്നത് നല്ലതിനാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ആ തലമുറകൾക്ക് നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാര് അമ്മയച്ഛനും തന്നെയാണ്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അമ്മയുടെയും അമ്മാനച്ഛൻ്റെയും അമ്മാനമ്മയുടെയും കൂടെയൊക്കെ ജീവിക്കുമ്പോൾ അങ്ങ് മടുക്കും. അവരെ നോക്കാൻ താല്പര്യമില്ല, അവരെ സംരക്ഷിക്കാൻ താല്പര്യമില്ല. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും, അത് മാത്രമാണ് പിന്നെ അവരുടെ സ്വപ്നം. അപ്പോൾ പലപ്പോഴും നമ്മളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അത് കണ്ടാൽ നമ്മുടെ മക്കൾ വലുതാവുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കണ്ട് അവർ പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണവും നമ്മൾ തന്നെയാണ്. ഉപദേശിക്കാൻ ചെന്നാൽ വില പോവില്ല. കാരണം നിങ്ങൾ ശരിയാണോ എന്നുള്ള അവരുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ?